അങ്ങനെ ഇപ്പോൾ ടോണി സ്റ്റാർക്കിനെ കണ്ട് ഞെട്ടി നിൽക്കുന്ന തോർ മറ്റൊരു കാഴ്ച കണ്ട് അവിടെ വീണ്ടും ഞെട്ടുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ അവിടെ തോറിൻ്റെ ഹാമറായ മിയോളിനിയർ മറ്റേ പ്രത്യേക ഷീൽഡിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കണ്ടാണ് തോർ ഇപ്പോൾ അവിടെ ഞെട്ടി നിൽക്കുന്നത്. അങ്ങനെ ഇപ്പോൾ തൻ്റെ ഹാമർ അവിടെ ആ ഷീൽഡിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കണ്ടതും അപ്പോൾ തന്നെ തോർ ആ ഷീൽഡ് പൊട്ടിച്ച് തൻ്റെ മിയോളിനിയർ തൻ്റെ കൈകളിലേക്ക് വരുത്തുവാൻ തൻ്റെ കൈകൾ മിയോളിനിയറിൻ്റെ നേരെ നീട്ടുന്നുണ്ടെങ്കിലും മിയോളിനിയർ ആ ഷീൽഡ് തകർത്ത് തോറിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നില്ല. മാത്രമല്ല ഇപ്പോൾ നമ്മുടെ ടോണി സ്റ്റാർക്ക് തോറിനോട് നിൻ്റെ ആ മാജിക് ചുറ്റിക താനുണ്ടാക്കിയ ടൈം സ്പേസ് ബബിളിൻ്റെ ഉള്ളിലാണെന്നും അത് പൊട്ടിക്കുവാൻ നിനക്ക് സാധിക്കില്ല എന്നും മാത്രമല്ല ഇനി ആ ചുറ്റിക ഉപയോഗിക്കാൻ പോകുന്നത് ഡോക്ടർ ഡൂം ആയിരിക്കുമെന്നും തോറിനോട് പറയുകയാണ്. അന്നേരം തന്നെ തോറ് നിനക്ക് എന്താണ് സംഭവിച്ചതെന്നും നിൻ്റെ ശരീരത്തിൽ തിളങ്ങിക്കൊണ്ടിരുന്ന ആർക്ക് റിയാക്ടർ എവിടെ പോയെന്നും നീ എന്തിനാണ് നിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ ഡോക്ടർ ഡൂമിനെ സഹായിക്കുന്നതെന്നും തോർ ടോണിയോട് ചോദിച്ചതും അപ്പോൾ തന്നെ ടോണി സ്റ്റാർക്ക് ഡോക്ടർ ഡൂം തൻ്റെ ശത്രുവല്ല എന്നും അവൻ തൻ്റെ രക്ഷകനാണെന്നും പണ്ട് ഷീൽഡിന് വേണ്ടി ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഒരാളായിരുന്നു താനെന്നും ഒരു ദിവസം കുറച്ച് ചീത്ത ആളുകൾ താനുണ്ടാക്കിയ ഒരു മിസൈൽ തൻ്റെ നേർക്ക് ഇട്ടുവെന്നും ഭാഗ്യത്തിന് എവിടെ നിന്നോ ഡോക്ടർ ഡൂം വന്ന് ആ മിസൈൽ പൊട്ടിത്തെറിക്കുന്നതിന് മുമ്പ് ആ മിസൈൽ നശിപ്പിച്ച് തൻ്റെ ജീവൻ രക്ഷിച്ചുവെന്നും ടോണി സ്റ്റാർക്ക് തോറിനോട് പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ അതെല്ലാം കേട്ട് അവിടെ നിൽക്കുന്ന തോറിൻ്റെ അടുത്തിപ്പോൾ നമ്മുടെ ബ്രൂസ് ബാനർ വരികയാണ്. ബ്രൂസ് ബാനർ ഇപ്പോൾ ഒരു പ്രത്യേക സ്യൂട്ടൊക്കെ ധരിച്ചാണ് അവിടെ വന്നിരിക്കുന്നത്. ബ്രൂസ് ബാനറും ഇപ്പോൾ ഈ ഡോക്ടർ ഡൂമിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. മാത്രമല്ല ബ്രൂസ് ബാനറിന് ടോണി സ്റ്റാർക്കിനെ പോലെ തോറിന് ഓർമ്മയൊന്നുമില്ല. ഇപ്പോൾ അത് കണ്ടതും നമ്മുടെ തോറാണെങ്കിൽ ബ്രൂസ് ബാനറിനോട് നിൻ്റെ ഉള്ളിലുള്ള ഹൾക്ക് എന്ന മോൺസ്റ്ററിനെ പുറത്തു കൊണ്ടുവരാനും അവന് എന്നെയും ഈ പരട്ട ഡൂമിനെയും ഓർമ്മയുണ്ടാകുമെന്നും തോറ് ബ്രൂസിനോട് പറഞ്ഞതും അന്നേരം തന്നെ ബ്രൂസ് ബാനർ ഹൾക്ക് എന്ന് വെച്ചാൽ എന്താ സാധനമെന്ന് തോറിനോട് ചോദിക്കുകയാണ്. മാത്രമല്ല പണ്ട് തൻ്റെ പരാജയപ്പെട്ടു പോയ പരീക്ഷണം കാരണം ഗാമ റേഡിയേഷൻസ് ഏറ്റ് താൻ ചിലപ്പോൾ നീ പറഞ്ഞതുപോലെ ഒരു മോൺസ്റ്ററായി മാറുമായിരുന്നുവെന്നും പക്ഷെ കറക്റ്റ് സമയത്ത് ഡോക്ടർ ഡൂം ഈ സ്യൂട്ട് തൻ്റെ ദേഹത്തിട്ട് തന്നെ സഹായിച്ചുവെന്നും ബ്രൂസ് ബാനർ തോറിനോട് പറയുകയാണ്. അങ്ങനെ ഇപ്പോൾ ബ്രൂസും ടോണി സ്റ്റാർക്കും പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ട തോറിന് ഡോക്ടർ ഡൂം ഇവരുടെ ആരുടെയും മൈൻഡ് കൺട്രോളിൽ എടുത്തിട്ടില്ല എന്നും പകരം വർഷങ്ങൾക്ക് പുറകോട്ട് ടൈം ട്രാവൽ ചെയ്ത് ടോണി സ്റ്റാർക്കിൻ്റെയും ബ്രൂസ് ബാനറിൻ്റെയും അങ്ങനെ എല്ലാ സൂപ്പർ ഹീറോസിൻ്റെയും ജീവിതം ഡോക്ടർ ഡൂം മാറ്റിയിരിക്കുകയാണെന്ന് തോറിന് മനസ്സിലാകുകയാണ്. ശരിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവെഞ്ചേഴ്സ് അഥവാ സൂപ്പർ ഹീറോസ് എല്ലാം അവരുടെ ജീവിതത്തിൽ ആദ്യമായി സൂപ്പർ ഹീറോസായി മാറുന്ന നിമിഷം അഥവാ സന്ദർഭം നമ്മുടെ ഡോക്ടർ ഡൂം ടൈം ട്രാവൽ ചെയ്ത് ഇല്ലാതെയാക്കിയിരിക്കുകയാണ്. അങ്ങനെ ഭൂമിയിൽ സൂപ്പർ ഹീറോസ് ഇല്ലാത്തത് കൊണ്ട് ഫ്യൂച്ചറിലെ തൻ്റെ വെപ്പൺസും ടെക്നോളജിയും ഉപയോഗിച്ച് ഭൂമിയെ കീഴടക്കി വർഷങ്ങളായി ഭൂമിയുടെ രാജാവായി ജീവിക്കുകയാണ് ഡോക്ടർ ഡൂം.